കേരളത്തിന് എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. എന്തായാലും ഒരു കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. ആരായിരിക്കും UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുക എന്ന കാര്യത്തിൽ. ജയിക്കുമോ എന്നത് മറ്റൊരു വിഷയമാണ്. കാരണം കടുത്ത മത്സരമാണ് നടക്കുന്നത്. സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നില്ല എന്ന് എല്ലാ ന്യൂസ് ചാനലുകളും നടത്തിയ സർവേയിൽ പറയുന്നുണ്ട്. ഒപ്പത്തിനൊപ്പമാണ് LDFും UDFും. കടുത്ത മത്സരമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ജയിക്കുമോ എന്നത് അവിടെ നിൽക്കട്ടെ. ജയിച്ചാലോ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസിൽ തർക്കമുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനാണ് ഒന്നാം സ്ഥാനത്ത്, അദ്ദേഹമായിരിക്കണം മുഖ്യമന്ത്രി എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. എന്നാൽ VD സതീശന് കോൺഗ്രസിനെയും UDFിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. VD സതീശന് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരം വിഭാഗങ്ങളോട് അടുത്ത ബന്ധം പുലർത്താൻ VD സതീശന് കഴിയുന്നില്ല എന്ന വിമർശനം കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാകേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് നേരത്തെ മന്ത്രിയായിട്ട് പോലുമുള്ള ഭരണ പരിചയവുമില്ല. ഇതാണ് VD സതീശനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റാര് എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ. പിന്നീട് പരിഗണിക്കുന്ന രണ്ടു പേരുകൾ. KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അത് മറ്റ് MP-മാർക്കും മത്സരിക്കാൻ അവസരം നൽകുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ടി വരും. അത് കോൺഗ്രസിൽ വലിയ സംഘർഷത്തിനും ആശയ സംഘട്ടനത്തിനുമൊക്കെ ഇടയാക്കും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് KC വേണുഗോപാൽ മത്സരിച്ചിട്ടില്ല. മത്സരിക്കാതെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ? ഈ ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതിന് KC വേണുഗോപാൽ തയ്യാറല്ല. 2 വർഷം കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ ലോകസഭാംഗം എന്ന നിലയിൽ കാലാവധി തീരുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നാണ്. അങ്ങനെയാകുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. PJ കുര്യൻ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന് എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രമേശിന്റെ വലത്ത് ഹരീഷ് മാമൻ ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് ഹരീഷ് മാമൻ എന്നായിരിക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുകൂലമായ സാഹചര്യം പശ്ചാത്തലം നമ്മൾ ഒന്നിച്ച് നീക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. 9-ാം തീയതി വരെ എല്ലാം മറക്കുക. എനിക്ക് പറയാനുള്ള എല്ലാം മറക്കുക. എനിക്കില്ല, എല്ലാം മറക്കാൻ പറയുമ്പോൾ 4 എന്റെ മുഖത്തോട്ട് നോക്കും. എല്ലാം മറക്കണമെന്നാ പറഞ്ഞു. ഈ കാര്യത്തിൽ അതായത് UDFിന് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക. PJ കുര്യന്റെ അഭിപ്രായത്തിൽ UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകുക രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. സോണിയ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അങ്ങനെയുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു പോകുന്നത്, പ്രസംഗിക്കുന്നതിന് ഇടയിൽ. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അത് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് PJ കുര്യന്റെ പ്രസംഗത്തിൽ അത് കടന്നു വന്നത്, ആ വാക്യം കടന്നു വന്നത്. വെറുതെ അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല എന്നുകൂടി ഓർക്കണം. നേരത്തെ K സുധാകരനും റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി UDF ജയിച്ചാൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്തുണക്കുക രമേശ് ചെന്നിത്തലയാണ് എന്നാണ് K സുധാകരൻ പറഞ്ഞത്. K സുധാകരന്റെ വാക്കുകൾക്ക് കോൺഗ്രസ് നേതൃത്വം വലിയ വില കൊടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ K സുധാകരന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് K സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, UDF ജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല കോൺഗ്രസിനകത്ത്. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് UDF ജയിച്ചാൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അത്
രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിരിക്കും. ആദ്യ ടേം രമേശ് ചെന്നിത്തലയും രണ്ടാം ടേം കെ.സി. വേണുഗോപാലും എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ പോവുക. അതാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അറിയാതെ വാർത്താ സമ്മേളനത്തിൽ, ഇന്റർവ്യൂവിൽ, പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞു പോകുന്നത്.